മാധ്യമ സംരംഭത്തിന് ചരിത്രപരമായ ഒരു ദൗത്യം കൂടിയാണ് നിറവേറ്റാനുള്ളത്. എന്താണ് ആ ദൗത്യമെന്നല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സ്റ്റോറിയോ സ്ഥാപകൻ രാഹുൽ നായരാണ്. മലയാളത്തിലെ വേറിട്ടൊരു മാധ്യമ സംരംഭമായി ഷീ സീക്വൽ ജനങ്ങളിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേറിട്ടൊരു സംരംഭം? നല്ലൊരു ചോദ്യം. സ്റ്റോറിയോ എന്ന് പറഞ്ഞ ഈ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം വളരെ ഏറെ സമയം ഇതിൻ്റെ ഒരു പേർപ്പസ് എന്തായിരിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കോർ പേർപ്പസ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് നാൾ ഇരുന്ന് ചിന്തിച്ചാലോചിച്ച് ഫൈനലി എത്തിയ ഒരു കോർ പേർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെ വാളിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ടു എക്സ്പാൻഡ് ദ കേപ്പബിലിറ്റീസ് ആൻഡ് ഫ്രീഡംസ് ഓഫ് പീപ്പിൾ എവ്രിവെയർ സോ ദാറ്റ് ദേ ക്യാൻ ലീഡ് ലൈഫ്സ് ദേ ഹാവ് റീസൺ ടു വാല്യൂ. അപ്പം അതാണ് ശരിക്കും സ്റ്റോറിയോ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഒരു കോർ പേർപ്പസ്. സോ കീപ്പിംഗ് ദാറ്റ് കോർ പേർപ്പസ് ഇൻ മൈൻഡ് ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ആസ് എ മീഡിയ കമ്പനി, ആസ് എ കോണ്ടൻറ്റ് കമ്പനി ഞങ്ങൾ വളരെ കോൺഷ്യസ് ആണ് ഈ വിഷൻ അല്ലെങ്കിൽ ഈ കോർ പേർപ്പസിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രം എ കോണ്ടൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പം ഫ്രം എ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ, ഫ്രം എ സ്ട്രാറ്റജി പോയിൻ്റ് ഓഫ് വ്യൂ അതാണ് കാരണം. പക്ഷേ അതിലൊക്കെ ഉപരി അപ്പം കേപ്പബിലിറ്റീസും ഫ്രീഡംസ് എന്നൊക്കെ പറയുമ്പം വലിയ വലിയ വാക്കുകളാണ്. ആൻഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി വെരി സീരിയസ്. ജെൻഡർ ഇക്വാലിറ്റി ഈസ് ഒബ്വിയസ്ലി എ സീരിയസ് ഇഷ്യൂ ദാറ്റ് വി നീഡ് ടു ടോക്ക് അബൌട്ട്. Gender inequality is the issue that we need to talk about. But before we get into all those things, I think the more fundamental question here is, what's my interest in this topic? എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എന്താ പറയുക കയറി വന്നത്, റൈറ്റ്? ആൻഡ് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ പബ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഒത്തുവന്നത്. മോർ ദാൻ ബിസിനസ്, മോർ ദാൻ സ്റ്റോറിയുടെ പർപ്പസ്, ഇതിനകത്ത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കഥകളും സ്റ്റോറീസും ഒക്കെ ഉണ്ട്, റൈറ്റ്? സോ ഇഫ് ഐ ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് എ ലിറ്റിൽ ബിറ്റ്. മൈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ എൻ്റെ പഠിത്തവും എൻ്റെ ഗ്രാജുവേഷൻ എക്കണോമിക്സും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റ് മാറ്ററിലായിരുന്നു. അപ്പം അവിടുന്ന് തുടങ്ങിയതാണ്. ഒരു 16-17 years ago I started my thinking and journey through studies. അന്ന് മുതലാണ് എക്കണോമിക്സും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററിലേക്ക് ഞാൻ ഇൻവോൾവ് ആകാൻ തുടങ്ങിയത്. അപ്പം ആസ് പാർട്ട് ഓഫ് ദോസ് ടോപ്പിക്സ്, ആസ് പാർട്ട് ഓഫ് മൈ സ്റ്റഡീസ്, I got a lot of reading material, I got a lot of knowledge. I got the opportunity to talk to a lot of my professors and start seriously thinking about, okay, economics endana, development endana, international development endana. അപ്പോൾ ഇതൊക്കെ ആസ് എൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വി ഡിഡ് നോട്ട് ഹാവ്, അറ്റ്ലീസ്റ്റ് ഐ ഡിഡ് നോട്ട് ഹാവ് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഡെവലപ്മെൻറ്റ് സാധാരണഗതിയിൽ ഇപ്പം എല്ലാ ന്യൂസ് മീഡിയത്തിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെരി വെരി നാരോ ആയിട്ടുള്ളൊരു ഫോക്കസാണ്, റൈറ്റ്? എല്ലാവരും പറയുന്നത് വികസനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ളൊരു കണക്കാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുക. GDP ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രി ഈസ് ഡെവലപ്പിംഗ്, GDP കുറവാണെങ്കിൽ കൺട്രി ഈസ് ഗോയിങ് ബാക്ക്വേർഡ്സ്. ഇതാണ് ജനറലി സ്പീക്കിംഗ് ഒരു ബ്ലാങ്കറ്റ് ഡെഫിനിഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് എനിക്ക് ഇഷ്യൂസ് ഉണ്ടായത്, വിച്ച് ഐ ഓൾസോ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം വളരെ ഹൈ GDP ഉള്ള എത്രയോ രാജ്യങ്ങളുണ്ട്, പക്ഷേ ആ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇനീക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട്. അത് സ്റ്റിൽ എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഇപ്പം UK ആണെങ്കിലും USA ആണെങ്കിലും ബാക്കി യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഒക്കെ വെരി ഹൈ GDP ഗ്രോത്ത് ഓർ GNP ഗ്രോത്ത്, പക്ഷേ പ്രോബ്ലംസ് ഇല്ല എന്നല്ല. അതൊന്ന്. സെക്കൻഡ്ലി ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും എന്നുള്ള ഈ വേർതിരിവ്, റൈറ്റ്? അതും എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം അപ്പം ഡെവലപ്ഡ് കൺട്രീസ് തീർന്നു അവരുടെ ഡെവലപ്മെൻറ്റ്, അവർ പെർഫെക്ഷനിലെത്തിയോ എന്നുള്ളൊരു ചോദ്യം, അത് ഒബ്വിയസ്ലി ഈസ് ഇൻകറക്റ്റ്, റൈറ്റ്? അപ്പം
ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് അത് കൂടുതൽ വായനയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇസ് ദാറ്റ് ഈ GNP കണക്കും GDP കണക്കുകളും അല്ലെങ്കിൽ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ള ഡെഫിനേഷൻസൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് എന്ന് മാത്രമല്ല, ഐ തിങ്ക് ടു ബി ഓണസ്റ്റ് ഇറ്റ് ഹാസ് ടേക്കൺ അസ് ഇൻ ദ റോങ് ഡയറക്ഷൻ. ഈ ഓൾമോസ്റ്റ് 100 years, ലാസ്റ്റ് സെഞ്ച്വറിയിൽ നടന്ന ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് മാറ്ററിൽ തന്നെ നടന്ന ചേഞ്ചസ് ആണ്, റൈറ്റ്? ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആരാണെന്ന് ഇപ്പോൾ ചോദിച്ചാൽ ജനറൽ ഉത്തരം പറയുന്നത് എല്ലാവരും ആഡം സ്മിത്ത്, സ്കോട്ട്ലൻഡിലെ ആഡം സ്മിത്ത്, ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ. പക്ഷേ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഹി വാസ് നോട്ട് എൻ ഇക്കോണമിസ്റ്റ്, ഹി വാസ് എ മോറൽ ഫിലോസഫർ. ആൻഡ് അന്നത്തെ കാലത്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റേ ഇല്ലായിരുന്നു. പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, മോറൽ ഫിലോസഫി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് മൊറാലിറ്റി ആൻഡ് എത്തിക്സ് വർ നമ്പർ 1 criteria. ദേ വർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു തിങ്ക് അബൌട്ട്. അപ്പം ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ അളക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ് വരുമ്പോഴൊക്കെ എത്തിക്സ് ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ്. ഇൻഫാക്റ്റ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എഴുതുന്നതിന് മുമ്പ് ഹിസ് ഫസ്റ്റ് ബുക്ക് വാസ് കോൾഡ് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. സോ ദാറ്റ് ഷോസ് ദാറ്റ് അത് കഴിഞ്ഞ് സംതിങ് ഹാപ്പൻഡ്. ഒരു 19th century, early 20th century ആയപ്പോഴത്തേനും എക്കണോമിക്സ് ടേൺഡ് ഇൻ ടു സംതിങ് വെരി, പലർക്കും ഇത് ഇഷ്ടപ്പെടില്ല, പക്ഷേ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാറ്ററായിട്ട് മാറി. എക്കണോമിക്സും അല്ലെങ്കിൽ ഇക്കോണമിസ്റ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇൻ ദ വേൾഡ് ഓഫ് അക്കഡീമിയ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും പോലെയുള്ള ഹാർഡ് സയൻസസുമായിട്ട് ഒരു ഈക്വൽ സ്റ്റേറ്റസ് വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നപ്പം കൂടുതൽ അതിനകത്ത് കണക്കുകൾ കയറ്റുക, കൂടുതൽ മാത്തമാറ്റിക്കലാകുക, അങ്ങനെ സബ്ജക്റ്റ് മാറ്റർ തന്നെ മാറി. ഫ്രോം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മോറൽ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ആംഗിളിൽ നിന്ന് ഒരു ഭയങ്കര സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ സബ്ജക്റ്റായിട്ട് എക്കണോമിക്സ് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു. അങ്ങനെ വന്നപ്പം ഐ തിങ്ക് വാട്ട്സ് നാച്ചുറലി ഹാപ്പൻഡ് ഇസ് വി ബിക്കേം ഒബ്സെസ്ഡ് വിത്ത് തിങ്സ് ലൈക്ക് GDP, GNP മുതലായ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ ഫോക്കസ് മാറ്റി. ആൻഡ് ഈവൻ നൗ വി ആർ ഇൻ ദാറ്റ് പൊസിഷൻ. ആൻഡ് അവിടെയാണ് ട്രാജഡി, റൈറ്റ്? കാരണം we can say India is probably among all nations in the world currently. We are growing at relatively faster pace as far as GDP is concerned. പക്ഷേ പോവർട്ടിയിൽ സഫർ ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഇനീക്വാളിറ്റി സഫർ ചെയ്യുന്ന ആൾക്കാരോട് ഇന്ത്യയുടെ GDP 6% ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ദർ ഇസ് നോ പോയിൻറ്റ് അറ്റ് ഓൾ, റൈറ്റ്? അപ്പം ദാറ്റ് ഈസ് വെയർ ദ അവിടെയാണ് ഒരു ബിഗിനിങ് ഓഫ് ദ പ്രോബ്ലം, ബിഗിനിങ് ഓഫ് ദ ഡിസ്കഷൻ, റൈറ്റ്? അപ്പം ദെൻ ഹൗ എൽസ്, ദെൻ വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്? ഹൗ ഡു യു നോ ആൻഡ് ഹൗ ഡു യു പ്ലാൻ ഫോർ എ സൊസൈറ്റീസ് ഡെവലപ്മെൻറ്റ്? അത് ചെറിയ സൊസൈറ്റി ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ഒരു കൺട്രി ആണെങ്കിലും. സോ ഇറ്റ് ബിക്കേം വെരി വെരി ക്ലിയർ ദാറ്റ് ഈ GDP മെഷർമെൻ്റ് അല്ലാണ്ട് ഐ തിങ്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദ വേ വി ഡിഫൈൻ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി, ഇത് എൻ്റെ ഡെഫിനേഷൻ അല്ല, ഞാൻ പഠിച്ച അല്ലെങ്കിൽ മെഹബൂബ് ഉൽ ഹക്ക് പാകിസ്ഥാനി ഇക്കോണമിസ്റ്റ്, നമ്മുടെ അമർത്യ സെൻ ഇന്ത്യൻ ഇക്കോണമിസ്റ്റ് ആൻഡ് നൊബേൽ ലോറിയറ്റ്, പിന്നെ ദർ ഈസ് എ ഫിലോസഫർ ആൻഡ് lawyer, Professor Martha Nussbaum, Dr. Martha Chen, ഇവരൊക്കെ they are foundational to my understanding of a new understanding of what development should be. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി സീൻ ആസ് മാത്തമാറ്റിക്കൽ ഗ്രോത്ത് ഓഫ് GDP. Instead, it's a very simple question. People should be able to lead healthy, happy, creative lives. അതിന് വേണ്ടിയിട്ടുള്ള എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സൊസൈറ്റിയുടെയും ജോലി. സോ ഇഫ് ദർ ഈസ് എ ഗുഡ് എൻവയൺമെൻറ്റ് ഫോർ പീപ്പിൾ ടു, ഇവിടെ എഴുതി വെച്ചേക്കുന്ന പോലെ, ലീഡ് ലൈവ്സ് ദേ ഹാവ് റീസൺ ടു വാല്യൂ.
So they are free to have any kind of education. They have good health. They are happy generally, and they can express their creativity. അപ്പം ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഒരു ഭൂരിപക്ഷ ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ, പിന്നെ GDP 10% ആണ് 14% ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റൈറ്റ്? സോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ നീഡ് മൈ പേഴ്സണൽ ഫ്രീഡം. 1. 2, എനിക്ക് എൻ്റെ കഴിവുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റണം, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹെൽത്ത് വേണം, എനിക്ക് എഡ്യൂക്കേഷൻ വേണം, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ഒരു പുതിയ ഡെഫിനേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ. സോ സത്യം പറഞ്ഞാൽ ഈ ഷീസ് ഈക്വൽ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാഗസീനും ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കാരണം ഈസ് ആസ് പാർട്ട് ഓഫ് ദിസ് ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്, ആസ് ലോങ് ആസ് ദർ ഈസ് inequality. Inequality can be of any type. It can be income inequality, it can be inequality of opportunity, it can be gender inequality, right? Why should there be any kind of inequality, to be honest? The simplest question is, എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, what can you do and what can you be? These are the two most fundamental questions. അപ്പം what can you do and what can you be depends on your freedom and it depends on your capabilities. അപ്പം ഈ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മളെല്ലാവരും ആക്ച്വലി വർക്ക് ടുവേർഡ്സ് ചെയ്യേണ്ടത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വികസനം എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് overwhelming majority, not even 1% should be suffering for the lack of opportunity, or for the lack of education, or for the lack of freedom. So I got very inspired by that kind of economic development. അന്ന് മുതൽ this has been the back of my mind. എനിക്കെന്ത് ചെയ്യാൻ പറ്റും towards making a difference to society, and as part of tackling a host of issues. Gender inequality is a big, gigantic problem even now, right? And I wanted to see what can we do towards solving that problem. But it's obviously a very, very complex problem ആണല്ലോ. അതിനൊരു shortcut, one-stop solution എന്തായാലും it's not possible, and we don't expect that. അപ്പം through this publication, what we want to do is, we want to ഒരു ഡിസ്കോഴ്സ് തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാണ്ട് പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നൽകുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അങ്ങനെ സാധ്യം, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം വി വോണ്ട് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, പബ്ലിക് കോൺവെർസേഷൻ. അതിനകത്ത് എല്ലാവരും ഇൻവോൾവ് ആവണം. അപ്പം ആ ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഷീസ് ഈക്വൽ എന്ന് പറഞ്ഞൊരു. ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പേഴ്സണൽ കാര്യങ്ങളുമുണ്ട്. But I'll come to that. I think I've already extended my first answer.